തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നാട്ടിലെങ്ങും ചർച്ചാ വിഷയം. നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവിടെയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെല്ലാം ഇൻസ്റ്റഗ്രാമിലാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത്. അപ്പോൾ പത്രികാ സമർപ്പണം കഴിഞ്ഞുള്ള സൂക്ഷ്മ പരിശോധനയുടെ സമയം ഏതാണ്ട് കഴിയാറായ സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. പത്രിക പിൻവലിക്കാൻ 2 ദിവസം കൂടി സമയമുണ്ട്. പൊട്ടിത്തെറികൾക്കൊടുവിൽ വിമത ഭീഷണിയുമായി രംഗത്തുള്ളവരെ അനുനയിപ്പിക്കാൻ മുന്നണികളിൽ നീക്കം തകൃതിയായി നടക്കുന്നുണ്ട്. അങ്കപ്പോര് മുറുകുമ്പോൾ പലയിടത്തും സ്ഥാനാർത്ഥികൾ അങ്കലാപ്പിലാണ്. വിമത ഭീഷണി തന്നെയാണ് പ്രധാന കാരണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നിലനിർത്താനിറങ്ങിയ CPIM-ന് വിമത സ്ഥാനാർത്ഥികൾ വലിയ തലവേദനയാണ്. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തന്നെ വിമതരായി മത്സരിക്കുന്നതാണ് LDF-ന് മുന്നിലുള്ള വലിയ പ്രതിസന്ധി. വെട്ടൂർ പഞ്ചായത്തിൽ CPIM-ഉം CPI-യും ഒരേ വാർഡിൽ വെവ്വേറെ പത്രിക നൽകിയിട്ടുണ്ട്. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. റഹീസ് റഷീദ്, ഗുഡ് ഈവനിംഗ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതിന്റെ സൂക്ഷ്മ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് പത്രിക പിൻവലിപ്പിക്കുക, ആ ലക്ഷ്യത്തോടെ നീങ്ങുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ തിരുവനന്തപുരത്ത്? സുജയ, മുന്നണി നേതാക്കളുടെ ഇന്ന് മുതൽ തിങ്കളാഴ്ച 3 മണിവരെയുള്ള സമയം ക്രൂഷ്യലാണ്. റിബൽ സ്ഥാനാർത്ഥികളെ എങ്ങനെയെങ്കിലും പറഞ്ഞു മാറ്റുക എന്നതാണ് അവരുടെ മുന്നിലുള്ള വെല്ലുവിളി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം 40 വർഷമായി കിട്ടിയ ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തിലിറങ്ങുന്ന LDF-ന് തിരിച്ചടിയായിരിക്കുന്നത് 3 പ്രധാനപ്പെട്ട റിബൽ സ്ഥാനാർത്ഥികളാണ്. ചെമ്പഴന്തിയിൽ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ആനി അശോകൻ മത്സരിക്കുന്നു. ഉള്ളൂരിൽ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന K. ശ്രീകണ്ഠൻ മത്സരിക്കുന്നു. വാഴോട്ടുകാണത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന KV മോഹനൻ മത്സരിക്കുന്നു. ഇതിൽ KV മോഹനൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ആനി അശോകൻ കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തും ഇരുന്നയാളാണ്. ശ്രീകണ്ഠനാണെങ്കിൽ ദേശാഭിമാനി ദിനപത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് എന്ന പ്രധാനപ്പെട്ട പദവിയിൽ ഇരുന്ന ആളുകളാണ്. ഈ 3 ആളുകളിൽ 2 പേർക്ക് നല്ല വിജയ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിന് തന്നെയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് തങ്ങൾക്കൊപ്പം നിർത്തി ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ രംഗത്തിറക്കുക എന്നതാണ് പാർട്ടിയുടെ മുന്നിലുള്ള ലക്ഷ്യം. പലതരത്തിലുള്ള ചർച്ചകൾ ഇവരുമായി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ജില്ലയിൽ ഈ കോർപ്പറേഷന് പുറത്തുള്ള പല സ്ഥലത്തും ഒരേ വാർഡിലേക്ക് ഒരു മുന്നണിയുടെ 2 സ്ഥാനാർത്ഥികൾ CPI-യും CPIM-ഉം വെട്ടൂർ പഞ്ചായത്ത് പോലുള്ള പഞ്ചായത്തുകളിൽ നോമിനേഷൻ കൊടുത്ത ഒരു പ്രശ്നവുമുണ്ട്. അതും ഈ ദിവസങ്ങൾക്കുള്ളിൽ പറഞ്ഞ് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നേതൃതലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. സുജ.